മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരുണ്ട് ചാരുവാനൻ മണവാളനൊഴികെ ഞെരുക്കമുള്ളി മരുവിൽ. ആരുണ്ട് ചാരുവാനൻ മണവാളനൊഴികെ ഞെരുക്കമുള്ളി മരുവിൽ. ആവശ്യം വളരെ തൻ വാഗ്ദത്തം ഉണ്ടല്ലോ, ആയതെല്ലാം സാധ്യമല്ലോ. ആവശ്യം വളരെ തൻ വാഗ്ദത്തം ഉണ്ടല്ലോ, ആയതെല്ലാം സാധ്യമല്ലോ. ആരുണ്ട് ചാരുവാനൻ മണവാളനൊഴികെ ഞെരുക്കമുള്ളി മരുവിൽ. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. 39 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ വിശുദ്ധിക്കു വേണ്ടി വില കൊടുക്കുന്ന യോസഫിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതേ യോസഫ് 40 അധ്യായത്തിലേക്ക് വരുമ്പോൾ കാരാഗ്രഹത്തിലാണ്. തീർച്ചയായിട്ടും ദൈവമക്കൾ കർത്താവിൻ്റെ നിലവാരത്തിനനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ സ്വർഗം അവരിൽ പ്രസാദിക്കുമെങ്കിലും ലോകത്തിൽ അവർക്ക് പല വിധത്തിലുള്ള പരിശോധനകൾ നേരിടേണ്ടി വരാറുണ്ട്. യോസഫിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. നാം ഓർത്തതുപോലെ യോസഫിൻ്റെ കാരാഗ്രഹവാസം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അതിനുള്ള ഒന്നാമത്തെ തെളിവ് നാം 3-ാം വാക്യത്തിൽ ഓർക്കുകയുണ്ടായി. അതിൻ്റെ ആശയം ഇതാണ്: ഫറവോൻ്റെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും യോസഫിൻ്റെ അടുക്കൽ അതേ കാരാഗ്രഹത്തിൽ രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന ഇടത്തേക്ക് ആക്കുന്നു എന്നുള്ളതാണ്. ദൈവം അവരെ അവിടെ എത്തിക്കുകയായിരുന്നു. അതിൻ്റെ പിൽക്കാല ചരിത്രം വേദപുസ്തക താളുകൾ പഠിക്കുന്നവർക്ക്, വായിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. നാം തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ ആ ഭാഗങ്ങളിലേക്ക് വരുന്നതാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 313 എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. യോസഫിൻ്റെ കാരാഗ്രഹവാസം ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം 4-ാം വാക്യത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 40-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അകമ്പടി നായകൻ അവരെ, അതായത് ഫറവോൻ്റെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും യോസഫിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. ഇത് വളരെ വിചിത്രമായി തോന്നുന്ന ഒരു വിഷയമാണ്. വലിയ കുറ്റത്താൽ ആരോപിക്കപ്പെട്ട് വാസ്തവത്തിൽ ആ കുറ്റത്തിന് അടിസ്ഥാനമില്ല എന്നുള്ളത് ദൈവസന്നിധിയിൽ ഏവർക്കും അറിയാവുന്നതാണ്. പിശാചൊരുക്കിയ കെണിയിൽ വീഴാതെ തന്നെത്താൻ വിശുദ്ധിയിൽ നിലനിന്നതിന് ലോകം പകരം വീട്ടിയ ഒരു സന്ദർഭത്തിൽ ഈ പറയുന്ന ദൈവമനുഷ്യനായ യോസഫ് കാരാഗ്രഹത്തിൽ, അതും രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ വരികയാണ്. ആ യോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ വിചിത്രമെന്ന് തോന്നാവുന്നൊരു വിഷയം അവിടെ സംഭവിക്കുന്നു. അകമ്പടി നായകൻ ഈ 2 പ്രമാണിമാരെയും യോസഫിൻ്റെ പക്കൽ ഏൽപ്പിക്കുകയാണ്. 39-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇതിന് സമാനമായ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുകയാണ്: കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും യോസഫ് വിചാരകൻ ആയിരുന്നു. വാസ്തവത്തിൽ എത്ര വിചിത്രമെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നാവുന്ന വിഷയം. നമുക്കറിയാവുന്നതുപോലെ പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ തെറ്റായിട്ടുള്ള സാക്ഷ്യത്താൽ അവളുടെ വളരെ ഗുരുതരമായിട്ടുള്ള പാപത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതിന് ഇവിടെ ഇതാ യോസഫിനെ കാരാഗ്രഹത്തിലിടുമ്പോൾ മാനുഷികമായിട്ട് ആര് യോസഫിനെ വിശ്വസിക്കും? എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. മനുഷ്യർ മുഴുവൻ കുറ്റവാളിയെന്ന് ചുമത്തിയാലും ഒരുവൻ ദൈവമുൻപാകെ ശരിയായിട്ടാണ് നിന്നതെങ്കിൽ ദൈവം അവനെ ആദരിക്കും, ദൈവം അവനെ അംഗീകരിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവായിട്ട് നമുക്ക് ഈ ഭാഗം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എത്രയോ ജയിൽ പുള്ളികളെ കണ്ട അകമ്പടി നായകന്, കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനെ മനസ്സിലാക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എത്രമാത്രം മറ്റുള്ളവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിട്ടാലും അവരുടെ അനുഭവത്തിൻ്റെ പരിചയത്തിൽ നിന്ന്
അവർക്ക് ചിലത് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അതിൻ്റെ എല്ലാം മുകളിലാണ് സ്വർഗത്തിലെ ദൈവം ഹൃദയങ്ങളെ ഭരിക്കുന്നത്. ഇവിടെ ഇതാ ഗുരുതരമായ കുറ്റത്തിൻ്റെ ആരോപണത്താൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരാലും കൈവിടപ്പെട്ടവനായി രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട യോസഫിൻ്റെ അടുക്കലേക്ക് 2 പ്രമാണിമാരെ എത്തിക്കുമ്പോൾ അവരെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനാണ് എന്ന ഉത്തമ ബോധ്യം സ്വർഗത്തിലെ ദൈവം, ഹൃദയങ്ങളെ ഭരിക്കുന്ന സ്വർഗത്തിലെ കർത്താവ് ഇവിടെ ഇതാ അകമ്പടി നായകന്, കാരാഗൃഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവന് നൽകുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരാണെങ്കിൽ ഭയപ്പെടേണ്ട. ഒരുപക്ഷെ ലോകം നമ്മളെ കാരാഗൃഹത്തിൽ അടച്ചുവെന്ന് വരാം, ഒരുപക്ഷെ ലോകം നമ്മളെ തള്ളിക്കളഞ്ഞു എന്ന് വരാം. നാം ഏകരാക്കപ്പെടുന്ന അനേക കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയി എന്ന് വരാം. എന്നാൽ ആ സ്ഥാനങ്ങളിൽ നമുക്ക് വേണ്ടി നിൽക്കുന്ന സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട്. ഒരുപക്ഷെ ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ ന്യായം തെളിയിക്കാതെ പോയാലും നിത്യതയിൽ വിശുദ്ധന്മാരുടെ സദസ്സിൽ അത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അനുവദിക്കുന്ന ഏത് വേദന വേളകളുടെയും പിന്നിൽ സ്വർഗീയമായിട്ടുള്ള വലിയ ഉദ്ദേശങ്ങൾ, പദ്ധതികളുണ്ട് എന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ഇതോർക്കുവാൻ കഴിഞ്ഞാൽ വേദന വേളകളിൽ നമുക്ക് ആശ്വസിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്തകളെ മുറുകെ പിടിക്കുവാൻ കഴിഞ്ഞാൽ ഏത് വിശുദ്ധമായി നിൽക്കേണ്ടുന്ന സാഹചര്യത്തിലും അങ്ങനെ തന്നെ നിൽക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിൻ്റെ അഭിനന്ദനമല്ല, അത് താൽക്കാലികമാണ്. എന്നാൽ നിലനിൽക്കുന്ന വലിയൊരു അഭിനന്ദനം ദൈവത്തിനു വേണ്ടി വിശ്വസ്തരായി നിൽക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പൻ കരുതി വച്ചിട്ടുണ്ട്. നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിപ്പാൻ ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഞാൻ കുറയുന്നെങ്കിലോ യേശു എന്നിൽ വളരട്ടെ, മഹത്വം അവനിരിക്കട്ടെ. ഞാൻ കുറയുന്നെങ്കിലോ യേശു എന്നിൽ വളരട്ടെ, മഹത്വം അവനിരിക്കട്ടെ. ഞാനവനായി ചാകണം എങ്കിലോ വേണ്ടില്ല, 1000 ജീവിക്കട്ടെ. ഞാനവനായി ചാകണം എങ്കിലോ വേണ്ടില്ല, 1000 ജീവിക്കട്ടെ. ഞാൻ കുറയുന്നെങ്കിലോ യേശു എന്നിൽ വളരട്ടെ, മഹത്വം അവനിരിക്കട്ടെ.